ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖം തന്നെ അല്ലേ? ഇന്ന് നമുക്ക് നല്ല വള്ളിക്കൊഴിയാള കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് വെച്ച് നമുക്ക് എങ്ങനെ മീൻകറി ഉണ്ടാക്കാമെന്ന് നോക്കാം. നമ്മൾ മീനൊക്കെ നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നു. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന റെസിപ്പി നോക്കാം. 6-7 കൊച്ചുള്ളി, ഒരു 4-5 വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളാക്കി, അല്പം ഇഞ്ചി, 4-5 കഷ്ണം മാങ്ങയും കൂടി അരിഞ്ഞത്, ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി എടുത്തിട്ട് ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയിലിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. നല്ലതുപോലെ അരച്ചെടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഇത് പാകം ചെയ്യാനായിട്ടുള്ള മൺചട്ടി എടുത്ത് നമുക്ക് അടുപ്പിലേക്ക് വെക്കാം. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉലുവയിട്ട് വെളിച്ചെണ്ണയിലിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഉലുവയൊക്കെ നല്ലത് പൊട്ടിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ, ആ അരപ്പ് ഈ ചൂട് വെളിച്ചെണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുക. ഒന്ന് എണ്ണയിലിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിലേക്ക് ഒരു 10-15 കൊച്ചുള്ളിയും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. നമ്മുടെ ഉള്ളി നല്ലത് വഴറ്റി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി അരിഞ്ഞതും 3 പച്ചമുളക് 2ആയിട്ട് കീറി ഇതിലേക്ക് ഇട്ട് നല്ലതുപോലെ ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2.5 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. പൊടിയെല്ലാം കൂടെ ഇട്ട് ഇളക്കി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പുളി വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നല്ലതുപോലെ ഇതെല്ലാം കൂടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ വെന്ത് വരാൻ വേണ്ടിയുള്ള രീതിയിൽ നമുക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ മാങ്ങാ കഷ്ണങ്ങൾ കുറച്ച് അരിഞ്ഞത് നമ്മൾ അരച്ചായിരുന്നു. ഇനി ബാക്കിയുള്ള മാങ്ങാ കഷ്ണങ്ങൾ നമുക്ക് ഇതിലേക്ക് ഈ അരപ്പിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കറിവേപ്പിലയും കൂടി ഇട്ടു. അത് കഴിഞ്ഞ് നമ്മൾ പാകത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് വെച്ച് നല്ലതുപോലെ ഇത് അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കുക. നമ്മുടെ അരപ്പ് നല്ലതുപോലെ തിളച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഈ അരപ്പിലേക്ക് ഓരോന്നോരോന്ന് പറക്കിയിടുക. മീൻ കഷ്ണങ്ങളെല്ലാം അരപ്പിലേക്കൊന്ന് ആക്കിയിട്ട് നമുക്ക് ഇതൊന്നുകൂടെ ഒന്ന് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കും. എന്നാലല്ലേ നമ്മുടെ മീൻ കഷ്ണങ്ങൾ വെന്ത് വരുത്തുള്ളൂ. ആണ്ടേ നമ്മുടെ വള്ളിക്കൊഴിയാള കിടന്ന് തിളച്ചു മറിയുകയാണ്. നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ വള്ളിക്കൊഴിയാള കറി എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എല്ലാവരും കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ വള്ളിക്കൊഴിയാള റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് ശേഷം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ഒന്ന് കറക്കിയെടുക്കുക. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലിൽ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണാം. ബൈ.